എല്ലാവർക്കും നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് പണത്തെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ പണത്തിനുള്ള പ്രാധാന്യത്തെപ്പറ്റി നമ്മളിൽ പലരും ഇപ്പോഴും പണം ഉണ്ടാക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. പല രീതിയിൽ പണം ഉണ്ടാക്കാം, അല്ലേ? കൃഷി, വ്യവസായം, ജോലികൾ, ഇതൊക്കെ ചെയ്താണ് നമ്മൾ പണം സമ്പാദിക്കുന്നത്. അപ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കഠിനാധ്വാനം വേണം, സ്ഥിരോത്സാഹം വേണം, ബുദ്ധിപരമായ നീക്കങ്ങൾ അനിവാര്യമാണ്, അതോടൊപ്പം ഭാഗ്യവും വേണം. അങ്ങനെ ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ധാരാളം പണം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ പണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, പണം സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് പണം സമ്പാദിക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും സമ്മതിക്കും, അല്ലേ? പക്ഷെ എനിക്ക് വ്യത്യസ്തമായ വേറൊരു കാര്യം പറയാനുണ്ട്. കാരണം ഞാൻ പറയുന്നു, പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പണം ചിലവഴിക്കുന്നത് എന്ന്. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധ്യമല്ലേ? അങ്ങനെ അല്ലല്ലോ. പണം സമ്പാദിക്കാനാണ് പ്രയാസം, പക്ഷേ പണം ചിലവഴിക്കാൻ എളുപ്പമാണ് എന്നാണ് പെട്ടെന്ന് നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നുന്നത്. ഒരു ചെറിയ കഥ പറയാം. ഒരച്ഛൻ തൻ്റെ 2 മക്കളെ വിളിച്ച് 2 പേർക്കും 10,000 രൂപ വീതം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ 10,000 രൂപ ചെലവാക്കണം. മൂത്ത മകൻ തൻ്റെ നാടിന് തൊട്ടടുത്തുള്ള നഗരത്തിലേക്ക് പോയി പെട്ടെന്ന് പണം ചെലവഴിച്ചു. സിനിമ കണ്ടു, വസ്ത്രങ്ങൾ വാങ്ങി, ആഡംബര വസ്തുക്കൾ വാങ്ങി, നല്ല ഭക്ഷണം കഴിച്ചു, ചുറ്റിക്കറങ്ങി നടന്നു. അങ്ങനെ 10,000 രൂപ ചെലവാക്കാൻ വളരെ പ്രയാസമൊന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ മകൻ അത്ര പെട്ടെന്ന് ആ പണം ചെലവഴിച്ചില്ല. തൻ്റെ വീടിനോട് ചേർന്നുള്ള തരിശു നിലത്തിൽ കൃഷി ഇറക്കാൻ വേണ്ടി രണ്ടാമത്തെ മകൻ തീരുമാനിച്ചു. അതിനാവശ്യമായ വിത്ത് വാങ്ങി, വളം വാങ്ങി, പണിയായുധങ്ങൾ വാങ്ങി, കുറച്ച് തൊഴിലാളികളെ അറേഞ്ച് ചെയ്തു. ആ ഭൂമിയിൽ ആ മകൻ കൃഷി ഇറക്കി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് എന്താണ് ഉണ്ടായത്? മൂത്ത മകൻ്റെ കയ്യിൽ കിട്ടിയ പണം തൻ്റെ വ്യക്തിപരമായ ആഡംബര ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. അതിൻ്റെ ഔട്ട്പുട്ട് ഒന്നുമില്ല, എല്ലാം പണം ശൂന്യമായി, തൻ്റെ അക്കൗണ്ട് കാലിയായിപ്പോയി. പക്ഷെ രണ്ടാമത്തെ മകൻ്റെ കാര്യത്തിലോ, വളരെ പതുക്കെയാണെങ്കിലും ആ പണം കൃത്യമായി വിനിയോഗിച്ചതുകൊണ്ട്, തൻ്റെ വീടിനോട് ചേർന്ന തരിശു നിലത്തിൽ കൃഷി ഇറക്കിയത് കൊണ്ട് അതിൽ നിന്ന് കൂടുതൽ വരുമാനം നേടാൻ വേണ്ടി ആ രണ്ടാമത്തെ മകന് സാധിച്ചു. അപ്പം ഞാനിത് പറയാൻ കാര്യം, ഈ പണം ചിലവഴിക്കുന്നത് പ്രയാസമാണ് എന്ന് പറയാൻ കാര്യം, പണം കൃത്യമായി ചിലവഴിക്കുന്നത് പ്രയാസമാണ്. കാരണം വെറുതെ പണം ചിലവഴിക്കുന്നത് എളുപ്പമാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അത്യാവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പണം അനാവശ്യമായി നഷ്ടപ്പെടാത്ത രീതിയിൽ ചിലവഴിക്കാൻ വളരെ പ്രയാസമാണ്. അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം വേണം, കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ വേണം, കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പണം കൃത്യമായി വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ കൂടി പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നമുക്കറിയാം, പല സമ്പന്ന കുടുംബങ്ങളും അവരുടെ പുതിയ തലമുറ ഈ പണം വിനിമയം ചെയ്യുന്ന കാര്യത്തിൽ, പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ട് പല സമ്പന്ന കുടുംബങ്ങളും പിന്നീട് ഒരു പാപ്പരായി മാറിയ സാഹചര്യം നമുക്ക് പല സ്ഥലത്തും കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ സമ്പത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, പണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും എങ്ങനെയാണത് കൃത്യമായി വിനിമയം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയും നമ്മുടെ കുടുംബങ്ങളിൽ കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പണം കൃത്യമായി ചിലവഴിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ആശയം നിങ്ങൾക്ക് ഗുണകരമായി തീരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹ നമസ്കാരം.